സിൽവർ ലൈൻ പദ്ധതി, അതിലുപരി നാം ചർച്ച ചെയ്യുന്ന കേരള സർക്കാരിന്റെ സ്വപ്ന പദ്ധതി കേരയിൽ. ഇതിനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും നിരവധിയാണ്. അതിപ്പം സാധാരണക്കാർ മുതൽ രാഷ്ട്രീയ നേതാക്കൾ വരെ. കേരയിൽ കാര്യത്തിൽ നമുക്ക് ഇത്തിരി ദീർഘവീക്ഷണം കൂടുതലാണ് താനും. മെട്രോമാൻ അടക്കം കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ കേരയിൽ പോരായ്മകൾ, പ്രശ്നങ്ങൾ വിളിച്ചോതുമ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായി കേരളത്തിന്റെ സാമ്പത്തിക വളർച്ചയെയും വികസനത്തെയും മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഐക്യരാഷ്ട്ര പരിസ്ഥിതി പ്രോഗ്രാമിൽ ദുരന്ത അപകട സാധ്യത ലഘൂകരണ വിഭാഗത്തിന്റെ തലവനായ ഡോക്ടർ മുരളി തുമ്മരുകുടിയുടെ പ്രസ്താവന നാം അറിയേണ്ടതും ചിന്തിക്കേണ്ടതും ചർച്ച ചെയ്യേണ്ടതുമാണ്. അദ്ദേഹത്തിന് കേരയിൽ സംബന്ധിച്ച് എന്തൊക്കെയാണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. അതിവേഗത്തിൽ സഞ്ചരിക്കാൻ സാധ്യതയുള്ള റെയിൽവേ സംവിധാനം കഴിഞ്ഞ നൂറ്റാണ്ടിൽ തന്നെ ലോകത്തിലുള്ളതാണെന്നും ട്രെയിനിന്റെ വേഗത മണിക്കൂറിൽ 500 കിലോമീറ്ററിലേക്ക് കടക്കുന്ന സാങ്കേതിക വിദ്യകളാണ് ഈ നൂറ്റാണ്ടിൽ ലോകരാജ്യങ്ങൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ ട്രെയിനിന്റെ വേഗത ശരാശരി 200 കിലോമീറ്റർ വരുന്ന സെമി ഹൈസ്പീഡ് റെയിൽ വേണോ എന്നത് ഒരു തർക്ക വിഷയം പോലും ആകരുത് എന്നുമാണ് അദ്ദേഹം പറയുന്നത്. മാത്രവുമല്ല, കേരളത്തിൽ എവിടെയും വേഗത്തിൽ പ്ലാൻ ചെയ്ത പോലെ എത്താവുന്ന ഒരു സാഹചര്യം വന്നാൽ അത് കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയുടെ സമസ്ത തലങ്ങളെയും ഉണർത്തുമെന്നും ലോകത്ത് എവിടെ ഇരുന്നാലും ജോലി ചെയ്യാനുള്ള സാഹചര്യം കോവിഡാനന്തര ലോകം ഉണ്ടാക്കുമ്പോൾ ലോകത്ത് മറ്റിടങ്ങളിൽ ഉള്ളതുപോലെ സംവിധാനങ്ങളും സൗകര്യങ്ങളും നൽകാൻ പറ്റുന്ന കേരളത്തിന് ഏറ്റവും മിടുക്കരായ മലയാളികളെ മാത്രമല്ല, മനോഹരമായ പ്രകൃതി, കാലാവസ്ഥ, സുരക്ഷ ഇതൊക്കെയുള്ള കേരളത്തിലേക്ക് മറ്റുള്ളവരെ ആകർഷിക്കാൻ പറ്റുമെന്നും മുരളി തുമ്മരുകുടി കൂട്ടിച്ചേർക്കുന്നു. ഇനി അദ്ദേഹം കണ്ടെത്തിയ ചില നിഗമനങ്ങളും സാധ്യതകളും പരിശോധിക്കാം. വർഷത്തിൽ 4000 പേർ റോഡ് അപകടങ്ങളിൽ മരിക്കുന്ന കേരളത്തിൽ റെയിൽവേയിലേക്ക് ആളുകൾ മാറിയാൽ അനവധി ജീവൻ രക്ഷിക്കാൻ പറ്റുമെന്ന വസ്തുതയും കാലാവസ്ഥാ വ്യതിയാനം നമ്മുടെ തലമുറ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നമായിരിക്കുന്ന കാലത്ത് കാർബൺ ഫുട് പ്രിന്റ് ഏറ്റവും കുറഞ്ഞ രീതിയിൽ യാത്ര അനുയോജ്യമാക്കുമെന്ന് മുരളി കൂട്ടിച്ചേർക്കുന്നു. നാം ഇന്ന് സമയത്തിന് വില കൽപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക് ട്രെയിനിൽ 15 മണിക്കൂർ നഷ്ടപ്പെടുത്താൻ ആർക്കാണ് ആഗ്രഹമെന്നും ഇതൊരു തിരുവനന്തപുരം കാസർഗോഡ് യാത്രാ പ്രൊജക്റ്റ് അല്ല എന്നും കൊല്ലത്ത് നിന്നും മലപ്പുറത്തേക്ക്, തൃശ്ശൂരിൽ നിന്ന് കണ്ണൂരിലേക്കൊക്കെ ആളുകൾ വിദ്യാഭ്യാസത്തിനും വിനോദത്തിനും വിവാഹത്തിനുമൊക്കെയായി ഒഴുകുമെന്നും കണ്ണൂരിൽ നിന്ന് ഒരു വിവാഹ ആലോചന വരുമ്പോൾ അതൊക്കെ ഏറെ ദൂരത്താണ് എന്നുള്ള നമ്മുടെ ചിന്ത തന്നെ മാറും. കോഴിക്കോട് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടക്കുമ്പോൾ കേരളത്തിൽ എവിടെ നിന്നുമുള്ളവർ രാവിലെ എത്തി വൈകിട്ട് തിരിച്ചു പോകുന്ന തരത്തിൽ കാര്യങ്ങൾ മാറും. നമ്മൾ ഇതുവരെ അറിയാത്ത രീതിയിൽ, നമ്മൾ ചിന്തിക്കാത്ത രീതിയിൽ ഇത് കേരളത്തെ ഓർമ്മിപ്പിക്കുമെന്നുമുള്ള അനന്ത സാധ്യതകളാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. കേരളത്തെക്കാൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ ജപ്പാൻ എടുത്ത ഹൈസ്പീഡ് റെയിൽ ചിന്ത ഇന്ന് വികസന കുതിപ്പിൽ ഒരു രാജ്യത്തെ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇതാണ് നാളെ കേരളത്തിലും സംഭവിക്കാൻ പോകുന്നത്. കേരളം വളരുകയാണ്, അതോടൊപ്പം നമ്മുടെ സമ്പത്തും എന്ന ദീർഘവീക്ഷണവും പ്രകടമാക്കുന്നുണ്ട്. ഇത്രയും ചിലവുള്ള ട്രെയിൻ യാത്രയ്ക്ക് ആവശ്യത്തിന് യാത്രക്കാർ ഉണ്ടാകുമോ? റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന 60,000 കോടി രൂപയ്ക്ക് പ്രൊജക്ട് തീരുമോ? ഈ പ്രൊജക്ടിന് ആവശ്യമായ നിർമ്മാണ വസ്തുക്കൾക്ക് വേണ്ടി കേരളത്തിൽ ഇനിയും ക്വാറികൾ ഉണ്ടാക്കേണ്ടി വരില്ലേ? പ്രൊജക്ടിന് വേണ്ടി സ്ഥലം ഏറ്റെടുക്കുന്നവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എങ്ങനെ പരിഹരിക്കും? റെയിൽ പാളത്തിന് വശങ്ങളിൽ ഉണ്ടാകുന്ന ബണ്ടുകളിൽ വെള്ളപ്പൊക്കം ഉണ്ടാകില്ലേ? പ്രൊജക്ടിന് വേണ്ടി എടുക്കുന്ന ലോൺ വരും തലമുറകളെ കടക്കണിയിലാക്കും. ഇതിന് പകരം റോഡുകൾ ഉണ്ടാക്കിയാൽ പോരെ എന്നിങ്ങനെ നീളുന്ന നമ്മുടെ പല സംശയങ്ങൾക്കും ഉത്തരം പറയാനുണ്ട് മുരളി തുമ്മരുകുടിക്ക്. ഇന്നത്തെ കോവിഡ് കാലത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അങ്ങനെ ഒരു ഭാവി സ്വപ്നം കാണുക എളുപ്പമല്ല. പക്ഷേ ചുറ്റുമുള്ളവർ കാണുന്ന പ്രശ്നങ്ങൾക്കും ഏറെ മുകളിൽ നിന്ന് ദീർഘദൂരം കാണാൻ കഴിയുകയും അവിടേക്ക് ആളുകളെ നയിക്കുകയും ചെയ്യുന്നവരാണ് നാം നേതാക്കൾ എന്ന് പറയുന്നത്. ലഭ്യമായ വിഭവങ്ങൾ ഫലപ്രദമായി ഉപയോഗിച്ച് ചുറ്റുമുള്ള വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നവരെ മാനേജർമാർ എന്നാണ് വിളിക്കുന്നത്. ഇവിടെയാണ് നേതൃത്വം മാനേജ്മെന്റിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്. ഈ കൊറോണ കാലത്ത് വരുമാന സ്രോതസ്സുകൾ കുറയുകയും അടയുകയും ചെയ്യുന്ന കാലത്ത് 60,000 കോടി രൂപ, അതും കടമെടുത്ത ഒരു പ്രൊജക്റ്റുമായി കടന്നു വരാൻ എല്ലാവർക്കും ധൈര്യമോ ദീർഘവീക്ഷണമോ ഉണ്ടാവില്ല. അതാണ് നാം ഇവിടെ കാണുന്നതും. മാറേണ്ടത് നാം മാറില്ല എന്നുള്ള ചിന്താഗതിയാണ്. ഏതൊരു പ്രൊജക്റ്റിലെയും പോലെ ഇവിടെയും വെല്ലുവിളികൾ ഉണ്ടാകും. പക്ഷേ അത് നേരിടാൻ കഴിവുള്ള ഒരു ജനതയാണ് നാം എന്ന് വിശ്വസിക്കുകയാണ് വികസനത്തിന് ആദ്യം വേണ്ടത്. അവസാനമായി തുമ്മരുകുടി പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഒബാമയുടെ ഒരു മുദ്രാവാക്യമുണ്ട്, എസ് വി ക്യാൻ. അതെ, നാടിന്റെ വികസനത്തിന് പുതുതലമുറയ്ക്കായി നമുക്ക് കൈകോർക്കാം.